വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആയി. സോ അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റാഫ് എല്ലാവരും കൂടെ പുറത്തു പോവാണ്. നെട്ടയിലുള്ള അക്ഷയപാത്രത്തിലേക്ക് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. സാറിനെയും കൂട്ടി ഞങ്ങൾ 6 പേരാണ് പുറത്ത് ഇന്ന് ഔട്ടിങ്ങിന് പോകുന്നത്. സാറിൻ്റെ സ്വന്തം കാറിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഔട്ടിങ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി എല്ലാവരും സ്ഥാനമൊക്കെ ഉറപ്പിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ്. എല്ലാം ഓക്കെ അല്ലേ, ക്യാമറയൊക്കെ സെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട്. സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേമത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇന്ന് കച്ചേരി നടയിൽ വെള്ളാണി അമ്മയുടെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അലങ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയൊരു 5 കിലോമീറ്റേഴ്സൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല, സിയും ഒക്കെ ആയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ചെറിയ കടയിൽ നിർത്തി 7-Upഉം ലേസും നാരങ്ങയും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് യാത്ര തിരിച്ചത്. ഇതിനകത്ത് എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്തെങ്കിലും കഴിക്കാതെ അങ്ങോട്ട് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഞങ്ങളുടെ സാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 7-Up ഒക്കെ മേടിച്ചു. അതൊക്കെ കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് വീണ്ടും യാത്ര. അങ്ങനെ എന്താണ് ഓരോരുത്തരും എടുത്ത് കഴിക്കുകയാണ്. ഇത് അതിൻ്റെ പരസ്യമല്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നതാണ് ആ കുട്ടി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആവശ്യമുള്ളതൊക്കെ ഷെയർ ചെയ്തെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സ്ട്രാ ഒരു 2 hours വന്നു. അപ്പോൾ അതിന് നമുക്ക് പിന്നെ ഷെയറിങ് മെൻറ്റാലിറ്റി കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഷെയർ ചെയ്താണ് കഴിച്ചത്. അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര ഷെയറിങ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഷെയർ ചെയ്തു, അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് അതൊക്കെ കഴിച്ച് ഒന്നങ്ങോട്ട് മയങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ആ ഹോട്ടൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അയ്യോ എത്തിയല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് കയറി. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നു. എല്ലാവരും അറേഞ്ച്ഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ 7-Up ഒക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, ഫുഡ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ദേ വന്നു. ചോറുണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, വിഴുക്ക്, ബീട്രൂട്ട് വിഴുക്ക്, ബീട്രൂട്ട് പച്ചടി, പിന്നെ ചമ്മന്തി. അത് വളരെ നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാലഡ്, അച്ചാർ, പരിപ്പ്, അങ്ങനെ ഒരുപാട് കറിയൊക്കെ ഉണ്ടായിരുന്നു. അവിയൽ, തോരൻ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ ഫ്രൈ ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ ആവോലി ഫ്രൈ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഫ്രൈ വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു. ആവോലി പൊള്ളിച്ചതല്ലേ കുറച്ചുകൂടെ ടേസ്റ്റ് കഴിക്കാൻ. എനിക്ക് അതാണ് പൊതുവേ കൂടുതലിഷ്ടം. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവരിങ്ങനെ തലക്കറി, നമ്മളൊക്കെ തലക്കറി ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ഫേമസ് കൂടുതലും തലക്കറി. ഇപ്പോൾ കപ്പയും ഇറച്ചി ഫേമസ് ആണെങ്കിലും തലക്കറി കുറച്ചുകൂടെ ഇതാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, തലക്കറി ഓർഡർ ചെയ്യാനായിട്ട് പറഞ്ഞു. സോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തലക്കറി എത്തിയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഹൈപ്പിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അതിനകത്തില്ലായിരുന്നു. എന്നാലും നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് കടമുണ്ടല്ലോ, അവിടെ ഇറങ്ങാമെന്ന് കരുതിയിട്ട് പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കാറിലൊക്കെ കയറി വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഞാൻ മുന്നേ വന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഈ ഒരു വേലിയൊന്നും അപ്പം ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഇപ്പോഴേ എങ്ങാണ്ടോ വെച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയപ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങേണ്ട ആ ഒരു സ്പോട്ടൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് തപ്പി കുറേ ദൂരം നമ്മൾ അങ്ങോട്ട് പോയേണ്ടി വന്നു. ഒന്നും കാണാത്ത കുറേ ഇങ്ങനെ പോയപ്പോൾ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്പോട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ദൂരം ഈ പച്ചപ്പും ഹരിതാപ്പും ഒക്കെ കണ്ട് അങ്ങ് പോയപ്പോഴത്തേക്കുമാണ് ഞങ്ങളൊരു ചെറിയൊരു കട കണ്ടത്. കടയെന്ന് പറയുമ്പോഴത്തേക്കും നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു തട്ട്, അത് കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കാരയ്ക്ക, മാങ്ങ, ജാമ്പയ്ക്ക ഇതൊക്കെ ഉപ്പിലിട്ടത് വാങ്ങി. കാരണം അതൊക്കെ കണ്ട് ആരാണ് വാങ്ങാത്തത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു. അവരോട് തന്നെ നമ്മൾ ചോദിച്ചു നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന വഴിയുണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദൂരം ബാക്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും എന്നങ്ങനെ ഞങ്ങൾ ആ വഴി കണ്ടുപിടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുരങ്ങൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ സ്പോട്ട് കണ്ടുപിടിച്ചു. ഒരു ചെറിയ വഴിയാണ്, പക്ഷേ ചരലാണ്, ഇറങ്ങിയാൽ വീഴും. പക്ഷേ എന്നാലും നമ്മൾ ഇറങ്ങണമല്ലോ, നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി വെള്ളത്തിലേക്ക് പോവാണ്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു.
വെയിലാണെങ്കിലും വെള്ളം കണ്ടാൽ ഇറങ്ങാത്ത ആരാണുള്ളത്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി നടന്നു പോവുകയാണ്. കുറച്ചങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റിയൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി, വെള്ളത്തിലേക്ക് ഇറങ്ങി പതിയെ കാലൊക്കെ നനച്ച് അങ്ങോട്ട് നിൽക്കുവാണ്. നല്ല രസമായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ നിന്ന സമയത്ത് എന്തോ സൗണ്ട് കേട്ടോ. അങ്ങനെ പേടിച്ച് നോക്കിയതാണ്, അയ്യോ എന്താണ് ആ സൗണ്ട് എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ചൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ആരെയും ഒന്നും കാണാത്തതെന്ന് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നെ കയറിയില്ല. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കാമെന്ന് കരുതിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നോക്കി, പക്ഷേ ചെളിയായിരുന്നു, നല്ല ചെളിയായിരുന്നു. അപ്പം നമ്മൾ ദൂരത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തന്നെ ആ ഒരു സ്പേസിൽ തന്നെ നമ്മൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേ ഇങ്ങനെ ഡിസ്കഷൻ വന്നു, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ. പക്ഷേ വെള്ളമുണ്ട്, പക്ഷേ വെയിലുമായിരുന്നു. അപ്പോൾ നമുക്കത് അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അവിടെ ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. കാരണം ഇതൊക്കെയല്ലേ മെമ്മറീസ് പിന്നീട് ഓർത്ത് ചിരിക്കാനൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചത്. പിന്നെ എന്നാലും കയറിയെങ്കിൽ നമ്മൾ പിന്നെ ആരാണ് ദൂരത്തിൽ ഏറ്റവും ഹൈറ്റിൽ കല്ലെറിയുന്നത്, ഏറ്റവും ദൂരെ ആരാണിത് എറിയുന്നതെന്നൊക്കെ പറഞ്ഞ് നോക്കിയൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചത്. എന്നാലും നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്ത് മതി വരുന്നില്ല, അങ്ങനെയായിരുന്നു. കാരണം നല്ല രസമായിരുന്നു ആക്ച്വലി പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് അപ്പുറത്തൊരു മാൻകടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്ന്. അത് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആതിര മിസ്സിന് അതറിയാമായിരുന്നു. അങ്ങനെ ഉണ്ട്, അവരവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും ശരി അവിടെ പോകാമെന്ന് കരുതിയിട്ട് മാപ്പൊക്കെ ഇട്ട് പോവാണ്. കാരണം വഴി അറിയത്തില്ലല്ലോ. അങ്ങനെ മാപ്പൊക്കെ ഇട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടു. പക്ഷെ എന്നാലും പാട്ട് കേട്ട് 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 വെറുതെ ഇങ്ങനെ മൂകത അടഞ്ഞിരിക്കുന്ന എന്തിനാണെന്ന് കരുതി പിന്നെ ഞങ്ങൾ പാടാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാടണ്ട, നമുക്ക് അന്താക്ഷരി കളിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അന്താക്ഷരി കളിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് പറയും. അതല്ല, നമ്മള് പാട്ട് വീണെന്നൊന്നും പറയൂല. പാട്ടിന് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഏകദേശം മാൻകടവിലോട്ട് പോകുന്ന വഴി എത്താറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ചു പോവുകയാണ്. പക്ഷേ നമുക്കൊരിടത്ത് വെച്ചിട്ട് വഴി തെറ്റിപ്പോയി. നമ്മളീ പോകുന്ന വഴിയല്ല, നമ്മൾ നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ തെറ്റിപ്പോയി. പക്ഷേ എന്നാലും നമ്മളങ്ങനെ കുറേ ദൂരം പോയപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്, വഴി തെറ്റി എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി വഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വണ്ടിയൊക്കെ വളച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് വീണ്ടും യാത്ര തിരിച്ചത്. ഈ കാറിൽ പോകുന്നവരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഒരു കടവുണ്ട്, പക്ഷേ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടി വളച്ച് നേരെ മാൻകടവിലോട്ട് പോവുകയാണ്. അപ്പോഴേ നമ്മളിത് കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം, നമ്മൾ എത്താറായല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നീന്താൻ അറിയാൻ പാടില്ലാത്തവർ ഇറങ്ങരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മുന്നറിയിപ്പ്. പക്ഷേ നമുക്ക് 5 പേർക്കും നീന്താൻ അറിയത്തില്ല. എന്നാലും വെള്ളം കണ്ടാൽ ആരാണ് ഇറങ്ങാത്തത് അല്ലേ? പക്ഷെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും ഒരാൾ നനഞ്ഞെങ്കിൽ അടുത്ത ആൾക്ക് നനയാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും വീതം കാല് നനച്ച് പിന്നെ കൈ നനച്ച് ഞങ്ങൾ ഫുള്ള് നനച്ചു. നല്ല രസമായിരുന്നു ആക്ച്വലി. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഔട്ടിങ് ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ നല്ലപോലെ പ്രതീക്ഷിച്ച് പോയതാണ് ഫുഡ് കഴിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫുഡ് കഴിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ കടവിലെത്തിയത്. ഭയങ്കര രസമാണ്. അതിൽ മിസ്സ് പറയുവാണേ, മിസ്സ് ഫ്ലോട്ട് ചെയ്യാൻ പോവാണെന്ന്. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കുകയാണ്, വെയിറ്റ് കൊണ്ടാൽ താന്ന് പോവില്ലേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറയാം. കുറച്ച് സമയമാണെങ്കിലും നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കട്ടനൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചത് വീണ്ടും.
അപ്പോൾ ഇത്രയൊക്കെയാണ് ആക്ച്വലി നമുക്കുണ്ടായ എക്സ്പീരിയൻസ്. നമ്മൾ സെക്കൻഡ് സ്കൂളിൻ്റെ ആനിവേഴ്സറി ആണെങ്കിൽ ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു മാൻകടവ്. നമ്മൾ ഈ ഒരു ഔട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് പാർട്ടി പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്കൊക്കെ ആയിരുന്നു. 4 o'clock സ്കൂൾ എത്തണമെന്ന് കരുതിയതാണ്. പക്ഷേ നമ്മൾ 4:30 ആയിട്ടും അവിടെ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നെയ്യാർ ഡാം വഴിയാണ് വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷമാണ് വീണ്ടും തിരിച്ചു പോയത്. കാരണം നല്ല വ്യൂ ആയിരുന്നു അവിടെ ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും അന്താക്ഷരിയൊക്കെ കളിച്ച് എൻജോയ് ചെയ്താണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഔട്ടിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.